നമ്മൾ കുട്ടീസിനെ എല്ലാം കൂട്ടി കോന്നിക്ക് പോവാണ്. അവിടെ ആനക്കൂടും പാർക്കിലും ഒക്കെ ഒന്ന് ഇവരെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാ. അല്ലേടാ, നമ്മളിന്ന് അടിച്ചു പൊളിക്കാൻ പോലെ. നമ്മളപ്പോ ഇതേ കോന്നി ഇക്കോ ടൂറിസത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വരുമ്പം തന്നെ റൈറ്റ് സൈഡിലേക്കായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. നമുക്ക് അകത്തേക്ക് കയറാം. നമുക്ക് അകത്തേക്കുള്ള വിശേഷങ്ങളെല്ലാം നമുക്കിനി കയറി കഴിഞ്ഞിട്ട് കാണാവേ. വായു. ഒത്തിരി വരുന്നൊന്നുമല്ല. അവനിങ്ങനെ തീറ്റയൊക്കെ തിന്ന് ഉല്ലസിച്ചിങ്ങനെ ഇപ്പൊ കുഞ്ഞാളെ കണ്ടപ്പോ അവൻ ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ നോക്കി അവൻ തുമ്പിക്കയൊക്കെ ആട്ടി ഇതേ വരുന്നു നമ്മളെ കാണാൻ. കണ്ടാ കണ്ടടാ, കണ്ടോ കുഞ്ഞാന ബേബിയാ. പാർക്കിലേക്ക് വിട്ടേക്കോ കേട്ടോ. ദേ കറങ്ങുന്നു. ഒത്തിരി സ്പീഡിൽ കറങ്ങിയ ജോക്കുട്ടൻ വീട്. ഉറക്കെ പിടിച്ചെന്താണ്? ഇതെന്നാ മക്കളെ? സിസോ. എന്നാ ഇത്? അത് തന്നെ. ഇവിടെ ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്ന് തന്നെ എലിഫന്റ് മ്യൂസിയം ഉണ്ട്. കുട്ടീസിന്റെ കളിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ചെരുപ്പ് വിടുക. നോക്കാം. ഇതുണ്ടോ ആന? പണ്ട് ഇതുണ്ടോ മരം വെട്ടുന്നു. പണ്ട് കാലത്ത് ഇതൊക്കെ കണ്ടോ? തടി കയറ്റുന്നു. ആന കണ്ടോ? തടിയെ കയറ്റുന്നുണ്ടോ? ലോറിയിലേക്ക് തടി കയറ്റുന്നുണ്ടോ? നമ്മളിപ്പോ നിൽക്കുന്നത് എലിഫന്റ് മ്യൂസിയത്തിനകത്തുള്ള എലിഫന്റിന്റെ സ്കെൽട്ടണ്, അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എലിഫന്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അവരുടെ ടൂൾസ് ഒക്കെയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എലിഫന്റിന്റെ പല്ല്, സ്കെൽട്ടണ്, കൊമ്പുകള് അങ്ങനെയെല്ലാം ഇവിടെ അവര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു ഫോട്ടോ സീനറിയാണ്. ഫോട്ടോ എടുക്കേണ്ടവർക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെയുള്ള സീനറി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
കൃഷ്ണ. 11 വയസ്സേ ഉള്ളു ഇവന്. അവൻ നല്ല രാവിലെ കുളിച്ച് നല്ല കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുക. അവനെല്ലാരും കൂടെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായെന്ന് തോന്നേ. ഉണ്ടോ, അവൻ നിന്ന് ഷോ കാണിക്കാൻ നിന്ന് ആടി വലി ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ എലിഫന്റ് ഷെൽട്ടർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എലിഫന്റിന്റെ ആർട്ട് ഗാലറിയിലേക്ക് പോവാം. ആനയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ആർട്സ് ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് ആർട്ട് ഗാലറിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നോക്കിക്കഴിയുമ്പം അവിടെ ഒരു ആനനെ അവര് ഇറക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് അതിനെ തൊടുവോ പോയി ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് അശോകത്തിന്റെ ഒരു ചെറിയ വനം പോലെ, ഒരു അശോക വനം എന്ന് പറഞ്ഞ രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യാൻ നല്ല കൂളായിട്ടുള്ള ഒരു ഏരിയയാണ്. ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. റാന്നിയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്കിങ്ങോട്ട്. നമ്മുടെ ഒരു വെക്കേഷൻ്റെ നമ്മളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം തൊട്ട് കണ്ട് നന്നായിട്ട് നമ്മുടെ ഒരു ദിവസം നമുക്ക് വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് എലിഫന്റിനെ കാണാനാണേലും ഇവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഒരു പാർക്ക് അറേഞ്ച് ചെയ്തിരുന്നു. കുട്ടികൾക്കാണേലും അവരുടെ ഒരു ദിവസം വളരെ സന്തോഷത്തോടു കൂടിയും അത്യാവശ്യം ഒരു പാർക്കിലേക്ക് വന്നെല്ലാം അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ആനേനെയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മ്യൂസിയം ഉള്ളതുകൊണ്ട് ആനയുടെ വിവിധ ബോഡി പാർട്സ് ഒക്കെ നമുക്ക് കാണാനും, കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെയൊക്കെ അതെല്ലാം കണ്ട് പെട്ടെന്ന് അവർക്കത് ഐഡന്റിഫൈ ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ പറ്റും. നമുക്ക് ഒരു ടൂർ വരാൻ ഒരു ദിവസം ഒന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പാർക്കാണ്. അപ്പം നേരമുള്ളവരൊക്കെ പറ്റുന്നവരൊക്കെ വന്ന് നമുക്കൊരു ദിവസം എല്ലാം ഒന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീർന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. കുട്ടീസൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് മടുത്ത് അവരും ക്ഷീണിച്ചൊക്കെ കിടക്കാനൊക്കെ തുടങ്ങുന്നു. പിന്നെ ഇനി നമുക്ക് ഇനിയൊരു ടൂർ ഇനി നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ യാത്രയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കളിയും ചിരികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.